ലവ്ലി ഷോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP UP LDC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ PSC ചോദിച്ച ഏറ്റവും പുതിയ അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക്. താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായി കൊടുത്തിട്ടുള്ള ബന്ധം ഏതാണ്? ഓപ്ഷൻസ്: ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, ഖേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. ഇതിലേതാണ് ശരിയായ ബന്ധം? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് ശരിയായ ബന്ധം. അതായത് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, അതേപോലെ തന്നെ അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. അപ്പോൾ ആൻസർ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരി. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ബീഹാറിലാണ്, അഹമ്മദാബാദ് മിൽ സമരം നടന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? ഓപ്ഷൻസ്: തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന. മാർത്താണ്ഡവർമ്മയുമായി തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രം. അതായത് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഈ പ്രസ്താവന തെറ്റാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഇത് രണ്ടും ശരിയായ പ്രസ്താവനയാണ്. മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന 2ഉം 3ഉമാണ്. തെറ്റായ പ്രസ്താവനയാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ബി ആണ്. ഓപ്ഷൻ എ 1 മാത്രമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3ാമത്തെ ക്വസ്റ്റ്യനാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ്. കണ്ണീരും കിനാവും, ആദിഭാഷ, മലബാർ മാനുവൽ, 1.25 കോടി മലയാളികൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1.25 കോടി മലയാളികൾ എന്നുള്ളതാണ് EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി. താഴെ തന്നിരിക്കുന്നവയിൽ 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം EMS നമ്പൂതിരിപ്പാടിൻ്റേതാണ്. ധാരാളം പ്രാവശ്യം PSC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണ്? കേസരി ബാലഗംഗാധര തിലകൻ, യങ് ഇന്ത്യ ആനി ബസന്റ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം. പത്രങ്ങളുമായി ശരിയായ ബന്ധപ്പെട്ട പ്രസ്താവന 1ഉം 3ഉമാണ്. അതായത് കേസരി ബാലഗംഗാധര തിലകനാണ്. കേസരിയായി ബന്ധപ്പെട്ട ആൾ ബാലഗംഗാധര തിലകനാണ്. അതേപോലെ തന്നെ വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജിയുടേതാണ് വോയിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായത്. 1ഉം 3ഉം. കേസരി ബാലഗംഗാധര തിലകൻ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏത്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 16. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 16. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ് എന്ന് പറഞ്ഞത് വോൾട്ടയർ. ഏതാണ് ശരി? അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 3 മാത്രമാണ് താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ്. ഇതാണ് തെറ്റായ പ്രസ്താവന. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ഓപ്ഷൻ 3ാമത്തത്. അതായത് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ് വോൾട്ടയർ. അപ്പോൾ 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ എ ആണ്. താഴെ തന്നിരിക്കുന്ന ഉദ്ധരണികളിൽ തെറ്റായത് 3 മാത്രം. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? അപ്പോൾ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യ, ഉത്തര കൊറിയ, ചൈന, ജപ്പാൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ചൈനയിൽ വെച്ചാണ് 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത്? ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? അലുമിനിയം, ഇൽമനൈറ്റ്, യുറേനിയം, ഇരുമ്പ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൽമനൈറ്റ്. ഇൽമനൈറ്റ് ആണ് ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കുവാൻ വിഷുവം സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? സെപ്റ്റംബർ, ജനുവരി, ഏപ്രിൽ, ഡിസംബർ. ആൻസർ ഓപ്ഷൻ എ ആണ്, സെപ്റ്റംബർ മാസത്തിൽ. സെപ്റ്റംബർ മാസത്തിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കുവാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ബ്രഹ്മകമലം ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ്? രാജസ്ഥാൻ, മണിപ്പൂർ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉത്തരാഖണ്ഡ്. ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡാണ്. ബ്രഹ്മകമലം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ്? സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ്? ആകാശപാത, ജലപാത, ഹൈവേ, റെയിൽപാത. ആൻസർ ഓപ്ഷൻ സി, ഹൈവേ. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഹൈവേ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്. ആൻസർ 11 സി, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 12, ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? PSLV, GSLV, BSLV, ESLV. ആൻസർ ഓപ്ഷൻ എ ആണ്, PSLV. PSLV ആണ് ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 51 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ഇപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. എ, ബി, സി, ഡി. ഏതാണ് ശരിയായ പ്രസ്താവന? ആൻസർ ഓപ്ഷൻ സി ആണ്. 13 ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയാണ്. 1 ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 2 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. 4 സ്വാശ്രയത്വം ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പോൾ തെറ്റായത് ഇപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു. അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 13ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 1, 2, 4 മുതലായവ ശരിയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് 1 മാത്രം. അതായത് ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു. ഇതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ബാക്കി മുഴുവനും ബന്ധമുള്ളതാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ HYV ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. അപ്പോൾ തെറ്റായ പ്രസ്താവന, ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു. അത് തെറ്റായൊരു പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ബി, 1 മാത്രം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് G20 ഉച്ചകോടി 2023 ആയി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? G20 2023 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു. വസുദൈവ കുടുംബകം മുദ്രാവാക്യം ആയിരുന്നു. 18ാമത്തെ ഉച്ചകോടി ആയിരുന്നു. ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ന്യൂഡൽഹിയിലാണ് നടന്നത്. ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു ചെയർമാൻ. വസുദൈവ കുടുംബകമായിരുന്നു മോട്ടോ. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡി 15ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്ത്? റിവേഴ്സ് റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്ന നിരക്ക്, സർക്കാർ റിസർവ് ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്ക് ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ ആണ്. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ. റിവേഴ്സ് റിപ്പോ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, ഇന്ത്യയിൽ കാനേഷുമാരി കണക്ക് തുടങ്ങിയ വർഷം ഏത്? അതായത് ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ച വർഷം ഏത്? 1781, 1881, 1681, 1901. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1881. 1881 ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചരക്ക് സേവന നികുതി അതായത് GST എന്നാൽ പ്രത്യക്ഷ നികുതി മാത്രമാണ്. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ചേർന്നതാണ്. പരോക്ഷ നികുതിയും ഭൂനികുതിയും ചേർന്നത് പരോക്ഷ നികുതി മാത്രം. ഏതാണ് ശരിയായ ആൻസർ? ഓപ്ഷൻ ഡി ആണ്. പരോക്ഷ നികുതി മാത്രമാണ് GST. പരോക്ഷ നികുതി മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ? ആൻസർ ബി ആണ്. റോവിങ്, ചെസ്, ഗോൾഫ്. ഇതിൽ സ്വർണം നേടാത്ത മത്സര ഇനങ്ങളാണ് റോവിങ്ങും ചെസ്സും ഗോൾഫും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, നെഹ്റു കമ്മിറ്റി, ക്യാബിനറ്റ് മിഷൻ, മൗണ്ട് ബാറ്റൺ കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ സി ആണ്. ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അപ്പോൾ ആൻസർ 20ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 20 ക്വസ്റ്റ്യനാണ് നോക്കിയിരിക്കുന്നത്. കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തിയാണ് വീഡിയോ. തീർച്ചയായിട്ടും ബാക്കി ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. നമ്മൾ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 അവസാന മാസങ്ങളിൽ നടന്ന എക്സാമിൻ്റെ ഡിസ്കഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.